എല്ലാവർക്കും AJ ഇലക്ട്രി യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെൽറ്റ PLCയിൽ റൈസിംഗ് എഡ്ജ് അതുപോലെ ഫാളിംഗ് എഡ്ജ് എന്താണെന്നും അത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നും അതുപോലെ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കൗണ്ടർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് എത്ര കൗണ്ടിങ് ആണ്, അല്ലെ നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്രയാണ് നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ കൗണ്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സെൻസറുകൾ ഉപയോഗിക്കാറുണ്ട്. ആ സെൻസറിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റൈസിംഗ് എഡ്ജും അതുപോലെ ഫാളിംഗ് എഡ്ജൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഓൾറെഡി ഒരു സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൺവെയർ ബെൽറ്റിയുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കൗണ്ട് ചെയ്യണം. അപ്പൊ ഓരോ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടും നമ്മുടെ സെൻസർ നമ്മൾ കൺവെയർ ബെൽറ്റിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഇതിന്റെ മുന്നിലൂടെ ആയിരിക്കും നമ്മുടെ പ്രോഡക്ട്സുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സെൻസറുടെ ലൈറ്റ് എത്തുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻസർ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കൗണ്ട് ഒന്നെന്ന് കാണിക്കണം. അതിനെ നമ്മൾ റൈസിംഗ് എഡ്ജ് എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പൊ സെൻസർ ഒന്ന് തട്ടിയിട്ട് വർക്ക് ആയിട്ടുണ്ട്, പക്ഷെ കൗണ്ട് ചെയ്യില്ല. അതായത് മൂവ് ചെയ്ത് ഔട്ട് ആയതിനു ശേഷം ഈ ലൈറ്റ് ഓഫ് ആവുമല്ലോ, ആ സമയത്തായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് ഫാളിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അതായത് ആദ്യമേ സെൻസർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈസിംഗ് എഡ്ജിന്റെ ടൂൾ ഉപയോഗിക്കും. അതുപോലെ സെൻസർ ഓൺ ആയാലും അത് ആ ഒബ്ജക്ട് മൂവ് ചെയ്തതിനു ശേഷം, അതായത് ആ പൾസ് ഓഫ് ആയതിനു ശേഷമായിരിക്കും നമുക്ക് ഒന്നെന്ന് പറഞ്ഞുള്ള കൗണ്ടിങ് അവിടെ കിട്ടുക. അത് നമ്മൾ ഫാളിംഗ് എഡ്ജ് എന്ന് പറയും. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതുപോലെ നമ്മൾ PLCയിലൊക്കെ നമുക്ക് ഇതൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന ടൂളുകളാണ്. അതുപോലെ ഞാൻ വീഡിയോസിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതുപോലെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഒരു ന്യൂ ഫയൽ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, റൈസിംഗ് എഡ്ജ് അതുപോലെ ഫാളിംഗ് എഡ്ജ് എന്ന് എഴുതാം. അപ്പൊ ഞാൻ റൈസിംഗ് എഡ്ജ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ റൈസിംഗ് എഡ്ജിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിന്റെ പേര് കൊടുക്കും. അതുപോലെ മോഡൽ നിങ്ങളുടെ ഏതാണോ PLCയുടെ മോഡൽ അനുസരിച്ച് സെലക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് റൈസിംഗ് എഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഓൺ ബട്ടൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഷ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ കോണ്ടാക്ട് കിട്ടാനായിട്ട് നമ്മൾ LD അല്ലെങ്കിൽ NC കിട്ടാനായിട്ട് LDI ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അതായത് റൈസിംഗ് എഡ്ജിന്റെ ആ ഒരു ഫംഗ്ഷൻ കിട്ടാനായിട്ട് നമ്മൾ LDP എന്നാണ് കൊടുക്കുക. അതുപോലെ ഞാൻ സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് X3 എന്ന് പറയുന്ന ഒരു ടെർമിനലാണ്, ഇൻപുട്ട് ടെർമിനലാണ്. അതുകൊണ്ട് ഞാൻ X3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ആരോ മാർക്ക്. അപ്പൊ ഇതിനെ നമ്മൾ റൈസിംഗ് എഡ്ജ് എന്നാണ് പറയുന്നത്. അതുപോലെ ഔട്ട്, ഒരു ഔട്ട്പുട്ട് നമുക്ക് ട്രിഗർ ചെയ്യാം. ഔട്ട് ഞാൻ Y0 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രോഗ്രാം കോഡ് ചെയ്തിട്ടുണ്ട്. കോഡ് ചെയ്തിട്ട് ഞാൻ PLCയിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, PLCയിൽ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയൊക്കെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഓൺലൈനിലേക്ക് വരാം. ഞാനിവിടെ ഓൺലൈൻ മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. X3 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സെൻസറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ Y0 എന്ന് പറയുന്നത് ഞാൻ എന്റെ ഈ ലൈറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാണാൻ പറ്റും ഞാനിവിടെ സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്ട് ഇതേ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ റൈസിംഗ് എഡ്ജ് ആയതുകൊണ്ട് ആദ്യമേ നമ്മുടെ കൗണ്ട് ചെയ്യണം. പക്ഷേ നമ്മുടെ ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടില്ല. അപ്പൊ അത് ഓൺ ആകാത്തതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു ലൈറ്റ് ആണ്. ജസ്റ്റ് മില്ലി സെക്കൻഡിലേക്കുള്ള നമ്മുടെ ആ ഒരു പൾസ് ഓൺ ഓഫ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് കാണാത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗണ്ടറിൽ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കൗണ്ടിങ് എണ്ണം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് കൗണ്ടറിന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്താലോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്കൊരു കൗണ്ടർ കൊടുക്കാം. കൗണ്ടർ കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ എന്താണ്, CNT, കൗണ്ടറിന്റെ ഫംഗ്ഷൻ എന്തുവാ, CNT. അതുപോലെ ഒന്നാമത്തെ കൗണ്ടർ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ എനിക്ക് 5 കൗണ്ടിങ് വരണം, അതുകൊണ്ട് ഞാൻ 5 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൗണ്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഔട്ട്പുട്ടിന് ട്രിഗർ ചെയ്യാം. അതുപോലെ LD എന്തിന്റെ കൗണ്ടറിന്റെ നമുക്ക് NO എടുക്കാം. അപ്പൊ കൗണ്ടർ C0. ഓക്കെ, അതുപോലെ ഔട്ട് Y0. അപ്പൊ നമുക്ക് ആദ്യത്തെ ലൈറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഇതാണ് നമ്മുടെ റൈസിംഗ് എഡ്ജ്. അതിനുശേഷം നമുക്ക് ഈ കൗണ്ടിങ്ങിലൂടെ 5 കൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൈസിംഗ് എഡ്ജ് ഫാളിംഗ് എഡ്ജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് അപ്ലോഡ് ചെയ്യാം, കോഡ് ചെയ്യാം. അതുപോലെ എററുകളൊന്നുമില്ല. അതുപോലെ PLCയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ്. PLCയിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ഓൺലൈൻ മോഡിലേക്കും വെക്കാം. അതുപോലെ കൗണ്ടിങ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ K0 എന്ന് കാണാൻ പറ്റും. അതുപോലെ ഓരോ പൾസ് കിട്ടുമ്പോഴും എപ്പോഴാണ് ഇത് കൗണ്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പൊ നിങ്ങളുടെ കാണാൻ പറ്റും ഞാൻ ഈ സെൻസർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ ആദ്യമേ വന്ന് ജസ്റ്റ് ഇതുപോലെ തട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1 കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പോയിട്ടുണ്ട്. അതുപോലെ 2 സ്റ്റാർട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ 3, അതുപോലെ 4, 5 ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫസ്റ്റിലേ നമ്മുടെ കൗണ്ട് സെൻസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റൈസിംഗ് എഡ്ജ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത്ര നേരം, അത് സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് നമ്മുടെ കൗണ്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ കൗണ്ട് റീസെറ്റ് ചെയ്യണം. നമ്മൾ അതിന്റെ ഫംഗ്ഷൻസ് കൊടുത്തിട്ടില്ല. ഒരു റീസെറ്റ് ബട്ടണും കൂടി നമുക്ക് കൊടുക്കാം. കൗണ്ടറിന് റീസെറ്റ് ബട്ടൺ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ X1 കൊടുക്കുവാണ് റീസെറ്റിന് വേണ്ടിയിട്ട്. LD അതുപോലെ X1. എന്റെ വയറിങ് അങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ RST റീസെറ്റ് എന്തെന്നാണ് നമ്മുടെ കൗണ്ടർ, ആദ്യത്തെ കൗണ്ട് ഡൗൺ C0 ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കൗണ്ടർ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ട്. കോഡ് ചെയ്തിട്ടുണ്ട്. കമ്പൈൽ എററുകളൊന്നുമില്ല. PLCയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലേക്കും വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇപ്പൊ സപ്പോസ് എന്റെ കയ്യിൽ ഞാൻ വേറൊരു ഒബ്ജക്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റൽ ആണ്. അപ്പൊ മെറ്റൽ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇരിക്കുന്ന സെൻസർ പ്രോക്സിമിറ്റി മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മെറ്റൽ ഒബ്ജക്ട് എടുത്തിരിക്കുന്നത്, ഈ ഒരു ബാറ്ററി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൺവെയർ ബെൽറ്റിലൂടെ അത് മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൗണ്ട് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, ഇത് പോകുന്നത് വരെ. ഓക്കെ, അതുപോലെ 2, 3, 4, 5. ഓക്കെ, അപ്പൊ 5 കൗണ്ട് ആയ സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കൗണ്ട് റീസെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു റീസെറ്റ് ബട്ടൺ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ എന്താണ് റൈസിംഗ് എഡ്ജ്, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ നമുക്ക് ഫാളിംഗ് എഡ്ജും കൂടെ നോക്കിയാലോ, എങ്ങനെയാണ് ഫാളിംഗ് എഡ്ജ് ചെയ്യണേ എന്നുള്ളത്. ആയിട്ട് നമുക്ക് ഓഫ്ലൈനിലേക്ക് പോകണം. ഓഫ്ലൈന് പോയതിനു ശേഷം നമ്മളിപ്പോ റൈസിംഗ് എഡ്ജിന് നമ്മൾ LDP അല്ലേ കൊടുത്ത്, അതിനായിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും, LDF കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഫാളിംഗ് എഡ്ജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എൻ്റർ ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആരോ മാർക്ക് ഡൗൺ ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാളിംഗ് എഡ്ജ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആസ് ഇറ്റ് ഈസ് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. PLCയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലേക്കും കൂടെ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ കൗണ്ടിങ്ങിനനുസരിച്ച് എപ്പോഴാണ് നമ്മുടെ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ്, കഴിഞ്ഞതിനാണോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ നമ്മുടെ കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടിങ് കഴിഞ്ഞ് പോകാനാവുന്ന ആ സമയത്തായിരിക്കണം നമ്മുടെ സെൻസർ കൗണ്ട് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ഫാളിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് സെയിം സെൻസർ, അതുപോലെ സെയിം ഒബ്ജക്റ്റ് നിങ്ങളുടെ കാണാൻ പറ്റും. എന്റെ കൺവെയറിലൂടെ ഇങ്ങനെ വന്ന് എന്റെ സെൻസറിനോട് ഡിക്റ്റേറ്റ് ആയി. ഇപ്പൊ ഡിക്റ്റേറ്റ് ആയപ്പോ നിങ്ങൾക്ക് അവിടെ സെൻസറിന്റെ അവിടെ കൗണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് പോയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് അവിടെ 1 എന്ന് പറയുന്ന ഒരു പൾസ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ നോക്കിക്കോ, 2, 3, 4, 5 ആയല്ലോ. പക്ഷെങ്കിൽ 5 ആയെന്ന് പറഞ്ഞാൽ 5 ഫിനിഷ് ആയി ഔട്ട് ആയതിനു ശേഷമായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റും ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫാളിംഗ് എഡ്ജ്. ഞാൻ റീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓഫ്ലൈനിലേക്ക് പോയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ റിലേ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈസിംഗ് എഡ്ജിന്റെ കണ്ടോ ഇതുപോലെ ഓപ്ഷൻസ് വരും. അതുപോലെ നിങ്ങൾക്ക് ഫാളിംഗ് എഡ്ജ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫാളിംഗ് എഡ്ജ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി എക്സാമ്പിളിനായിട്ട് ഞാൻ ഈ ലൈനിൽ ഒന്നുകൂടെ കൊടുക്കുവാണ്, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുവാണ്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാളിംഗ് എഡ്ജ് കണക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേര് മാറ്റി കൊടുക്കാം, LDP അതുപോലെ X2 എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ തന്നെ അടുത്തത് ഫാളിംഗ് എഡ്ജ്, സോറി നമ്മൾ റൈസിംഗ് എഡ്ജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫാളിംഗ് എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാളിംഗ് എഡ്ജ്, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, X4 ഓക്കെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സാധാരണ നോർമലി ടൈപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ LDP എന്ന് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ഞാൻ X0 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കിട്ടും. ഇനി അതല്ല LDF X0 എന്ന് കൊടുത്താലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഫാളിംഗ് എഡ്ജും കിട്ടും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ എങ്ങനെയാണ് റൈസിംഗ് എഡ്ജ് അതുപോലെ ഫാളിംഗ് എഡ്ജ്, നമ്മൾ മോസ്റ്റ്ലി ഇത് കൗണ്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.